രണ്ടെണ്ണം വീതം എഴുതുക. രണ്ടെണ്ണീച്ച എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാ? പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. അപ്പൊ പള്ളിനെ ബഹുമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം. അത്തഅലീം എന്നുള്ള പാഠത്തില് പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക 1, ഭൗതിക സംസാരം ഒഴിവാക്കുക 2, ശബ്ദം താഴ്ത്തി സംസാരിക്കുക 3 മുതലായവ പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. അപ്പോൾ പള്ളിയെ ആദരിക്കുന്നതിൽപ്പെട്ട 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം നമുക്കതിൽ നിന്ന് ഏതെങ്കിലും 2 എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഈ പാഠത്തിൽ പല കാര്യങ്ങളെയും ബഹുമാനിക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഖുർആനിനെ വന്ദിക്കുന്ന രൂപങ്ങൾ. വന്ദിക്കുന്ന പറഞ്ഞാൽ ബഹുമാനിക്കുന്ന എന്നതിൻ്റെ അർത്ഥം. എങ്ങനെയാണ് ഖുർആനെ ബഹുമാനിക്കുക? നമ്മൾ നേരത്തെ ചോദ്യം വന്നില്ലേ, ആദരിക്കപ്പെടേണ്ടവയിൽ ഏറ്റവും പ്രധാനമായത് വിശുദ്ധ ഖുർആനാണ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അവിടെ തന്നെ വുളു ഇല്ലാതെ അത് തൊടൽ പോലും ഹറാമാണ്. ഉയർന്ന സ്ഥലത്ത് വെക്കുക, അതിനു മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക, പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക തുടങ്ങിയവ ഖുർആനിനെ വന്ദിക്കുന്ന രൂപങ്ങളാണ്. സിമ്പിൾ അല്ലേ? 3 അവിടെ നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഏതാ ഉള്ളത്? പുണ്യം കൂടിയ പള്ളികൾ. ഏറ്റവും നല്ല പുണ്യം കൂടിയ പള്ളികൾ ഏതൊക്കെയാണ് എന്നുള്ളത് അത് അൽ മുഫല്ലലാത്ത് എന്നുള്ള പാഠത്തിലാണ് വരുന്നത്. ഏറ്റവും പുണ്യം കൂടിയ പള്ളികൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓരോ പള്ളികളിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ എത്ര കൂലികളാണെന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. മസ്ജിദുൽ ഹറാമിൽ എത്രയാണെന്ന്, മസ്ജിദ് നബവിയിൽ എത്രയാണ്, മസ്ജിദുൽ അഖ്സയിൽ എത്രയാണെന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അത് ശരിക്കും നോക്കണം കേട്ടോ. മസ്ജിദുൽ ഹറാമിൽ 10,000 കോടി നിസ്കാരങ്ങളുടെ, മസ്ജിദ് നബവിയിലോ 10 ലക്ഷം നിസ്കാരങ്ങളുടെ, മസ്ജിദുൽ അഖ്സയിലോ 1000 നിസ്കാരങ്ങളുടെ പ്രതിഫലവും ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. തൊഫയിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അത് തൊഫ പറഞ്ഞ ഉസ്താദ് നമ്മൾ ഫിഖിഹിലല്ലേ, അത് ഫിഖിഹിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് തൊഫ കേട്ടോ. അപ്പോൾ അതിലിത്ര കൂലികൾ ലഭിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. അടുത്തതോ, മാതാപിതാക്കളെ ആദരിക്കുന്നതിൽ പെട്ട കാര്യങ്ങൾ. മാതാപിതാക്കളെ ആദരിക്കുന്ന, അപ്പം അത് നമ്മൾ തഅലീം എന്നുള്ള പാടെടുക്കണം. തഅലീം എന്ന മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുതിർന്നവർ മുതലായവരെ ആദരിക്കുകയും അവരെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും അവർക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യണം. കണ്ടോ? മാതാപിതാക്കളുടെ സ്ഥാനം മുതിർന്നവരെയും അവരെ കാണുമ്പോൾ എഴുന്നേൽക്കുക, അവർക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക തുടങ്ങിയൊക്കെ എന്താണ്? മാതാപിതാക്കളെയും ഉസ്താദുമാരെയും മുതിർന്നവരെയും. ഇനി പരീക്ഷയ്ക്കെയും ഇവിടെ മാതാപിതാക്കൾ എന്നല്ല, ഉസ്താദുമാരെ ബഹുമാനിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ഏതെഴുതണം? ഇതെഴുതണം. അല്ലെങ്കിൽ മുതിർന്നവരെ ബഹുമാനിക്കുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ എഴുതണം. ഇവിടെ മാതാപിതാക്കൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം ഈ ഒരു കാര്യം എന്ത് ചെയ്യാം? അവിടെ എഴുതുക. ഓക്കെ. പിന്നെ ഈ നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കുക എന്നുള്ളത് എന്താണ്? അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണെന്ന് നബി അവിടെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഹദീസിലുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂർത്തിയാക്കാം. ക്ഷമ അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ്. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. സ്വഭാവത്തിൽപ്പെട്ടതാണ്. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ഏത്? വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ലൈലത്തുൽ ഖദർ അല്ലേ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ അല്ലേ? നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ നമ്മൾ ഇപ്പോഴും പഠിച്ചു വെച്ചിട്ടേ ഉള്ളൂ. ഏതാ? അള്ളാഹുവിനെ ആദരിക്കുന്നത് പോലെയാണ്. എന്താണ് അവിടെ ശരിക്കും സെന്റൻസ് എന്താ പറയുന്നത്? അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. ഓക്കെ. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്.
ബി ഗൈരി ഹിസാബ്. ഓക്കെ, അതെന്താ നമുക്ക് നോക്കിയേക്കാം ആ ഭാഗം, കാരണം ആ ഭാഗം നമുക്ക് അർത്ഥം ഒന്ന് പഠിക്കാണ്ട്. സൊബറിൻ്റെ പാഠം ഇങ്ങനെ എടുത്തു നോക്കുക. അതിലെങ്ങനെ വരും? ഇന്നമായ സോബറൻ അജ്റും ബി ഗൈരി ഹിസാബ്. അപ്പോൾ ഇതിൽ അർത്ഥമല്ല അല്ലേ? അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം നൽകും. അതായത് അതിൻ്റെ മുമ്പ് തന്നെ ഉണ്ട്, ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു നൽകും. ഇന്നമായ സോബറൻ അജ്റും ബി ഗൈരി ഹിസാബ്. ഓക്കെ, അള്ളാഹു നൽകും. ഇതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഈ മീനിങ്ങും ഈ അറബിയൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണേ. ഇനി അടുത്തതോ, ഉത്തരം എഴുതാം. ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? അപ്പം ഇതിൻ്റെ ആൻസർ പറയുന്ന സമയത്ത് നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏതൊക്കെ? താലീം എന്നുള്ള പാഠത്തിൽ ഇവിടെ നോക്കി, മലക്കുകളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം, സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം, ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം എന്നുള്ളത്. മലക്കളുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയണം. സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയണം. ഓക്കെ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലൽ അനിവാര്യമാണ്. അപ്പം ഈ 4 കാര്യവും ഇവിടെ പഠിക്കണം. ഇപ്പം നമുക്കിവിടെ ചോദ്യം എന്താ? ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നുള്ളത് പറയണം. അറഫ ദിന നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു. മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ കൊല്ലത്തെ പാപങ്ങൾ എന്താണ്? പൊറുപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, അറഫ ദിന നോമ്പിനെ കുറിച്ച് പോയതും വരാനിരിക്കുന്നതുമായ 2 കൊല്ലത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കും. പിന്നെ ആശുറാ നോമ്പിൻ്റെയാണ്. ആശുറാ നോമ്പ് 1 കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കും. അറഫാ ദിന നോമ്പോ പോയതും വരാനിരിക്കുന്നതുമായ 2 കൊല്ലത്തെ ദോഷങ്ങൾ പൊറുത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് പേപ്പർ നോക്കാം. വിശ്വാസപരമായി 2 ത്വരീഖത്തുകൾ ഏതെല്ലാം? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അശ്അരി മാതുരീദി അല്ലേ? അശ്അരി മാതുരീദി മാതുരീദി. നെക്സ്റ്റ്, കർമ്മശാസ്ത്രത്തിലെ 4 മദ്ഹബുകൾ. കർമ്മശാസ്ത്രത്തിലെ 4 മദ്ഹബുകൾ ഏതൊക്കെയാണെന്നാണ്? സിമ്പിൾ അല്ലേ? നമുക്കറിയണം മദ്ഹബ് ഏതാ? യെസ്, ഷാഫി, ഹനഫി, ഹൻബലി, മാലിക്കി റളിയല്ലാഹു അൻഹു. ഓക്കെ, ഇത് അവരുടെ പേര് എഴുതിയതാണ് കേട്ടോ, ഞാൻ മദ്ഹബുകൾ എഴുതിയതാണ്. ഇനി അടുത്തത് ഷുഹദാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വാലിഹുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നബിമാർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ നോക്കിയേക്കാം. നമ്മുടെ അൽ ഈമാനു ബിർ റുസുൽ എന്നുള്ള പാഠത്തിൽ നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞത് 4 കാര്യങ്ങൾ. നബിമാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ജനങ്ങളെ അവരിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. ഇനി നമുക്ക് ഷുഹദാക്കളും സ്വാലിഹുകളാണ്. ഷുഹദാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ഷുഹദാക്കൾ. സ്വാലിഹുകളോ? കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. അപ്പൊ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഒരു പേപ്പർ ചർച്ച ചെയ്യാം. യോജിച്ചവ ചേർക്കാം. മുർസലുകളിൽ നിന്ന് ശ്രേഷ്ഠരാണ് അല്ലാഹു തആല അല്ല, നബിചര്യ അല്ല, ഉലുൽ അസ്മുകൾ, മുർസലുകൾ, ഇൽമിന്റെ മജ്ലിസ്. നമ്മൾ പറഞ്ഞു നബിമാരേക്കാൾ ശ്രേഷ്ഠത ആർക്കുണ്ടാവുക? നബിമാരേക്കാൾ ശ്രേഷ്ഠത മുർസലുകൾക്കാണ്. എന്നാൽ മുർസലുകളിൽ തന്നെ ശ്രേഷ്ഠത ആർക്കാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അത് നമുക്ക് അൽ മുഫല്ലലാത്ത് എന്നുള്ള പാഠം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മനസ്സിലാകും.
മുർസലുകളേക്കാൾ ശ്രേഷ്ഠമുള്ളവർ ഉലുൽ അസ്മുകളാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. ഇതെവിടെ പറയുന്നത് വെച്ചാൽ സോറി, ഇത് ഇത്തിബാ എന്നുള്ള പാടാണല്ലേ. നമുക്ക് മുഫല്ലലാത്ത് എന്നുള്ള പാടെടുത്ത് കഴിഞ്ഞാൽ അത് കിട്ടുള്ളേ. നല്ല കഥ. അപ്പോൾ ഈ പാഠത്തിൽ അംബിയ ഔലിയ ഷുഹദാക്കൾ ഇതാ, അംബിയാക്കളേക്കാൾ മഹോന്നതരാണ് മുർസലുകൾ, അവരിൽ നിന്ന് ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മുകൾ, അവരെല്ലാവരേക്കാളും ഉത്കൃഷ്ടരാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. അപ്പൊ മുർസലുകളിൽ നിന്ന് ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മുകൾ. ഒന്ന്, അമ്പിയാക്കളേക്കാൾ മഹോന്നതരാണ്, നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ മുർസലുകൾ. കണ്ടോ? അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. സ്വർഗത്തോപിൽപ്പെട്ടതാണ് അല്ലാഹു തആല നബിചര്യ, ഇൽമിന്റെ മജ്ലിസ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇൽമിന്റെ മജ്ലിസ്. കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ. അപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നാലാമത്തെ ഇത് ഖുർആനിന്റെ വിശദീകരണം നബിചര്യ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേപ്പർ നോക്കാം. സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെയാണ് ദീന് എന്ത് ചെയ്യേണ്ടത്? വിശദീകരിക്കേണ്ടത്. അൽ ഇത്തിബാ എന്നുള്ള പാഠം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ട് എങ്ങനെയാണ് ദീന് വിശദീകരിക്കേണ്ടത് എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അതായത് സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ ദീന് വിശദീകരിച്ചതുപോലെയാണ് ദീന് മനസ്സിലാക്കേണ്ടത് എന്നാണ് കേട്ടോ. കണ്ടോ? ഖുർആനും ഹദീസും തോന്നിയ പോലെ വ്യാഖ്യാനിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യരുത്. സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെയാണ് ദീൻ മനസ്സിലാക്കേണ്ടത് എന്നാണ് കേട്ടോ. ദീന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ദീന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന് ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ, ഒന്നാമത്തെ പാഠത്തിൽ തന്നെയല്ലേ, കരുത്തുറ്റതാവുക എന്നുള്ളത്. നോക്കി, അള്ളാഹു കാണുന്നുണ്ടെന്ന് ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുക. ഈ പാഠത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്. സലാസും മൻകുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. അതൊന്ന് ജസ്റ്റ് നേരെ നോക്കി വെക്കണേ. നിങ്ങളെല്ലാവരും നോക്കി വെച്ചിട്ടുണ്ടാകും, എങ്കിലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി നാം പറയേണ്ടത് എന്താണ്? സിമ്പിള്, നമുക്ക് എല്ലാവർക്കും അറിയാം, ലാ ഇലാഹ ഇല്ലല്ലാ അല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാ. ഈ ലോകത്തോട് അത് ഇവിടെയാണ് എഴുതേണ്ടത്. ബാങ്ക് കേൾക്കുമ്പോൾ ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിന് ഇജാബത്ത് നൽകണം, ഉത്തരം നൽകണം. അപ്പൊ ബാങ്കിനെ ബഹുമാനിക്കുന്ന പാഠത്തിലാണ്, അതായത് തഅലീം എന്നുള്ള പാഠത്തിലാണ് അതിനെ കുറിച്ചിട്ട് പറയുണ്ടാവുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഒരുപാട് കാര്യങ്ങൾ കണ്ടോ. ഈ പാഠത്തിൽ നമ്മൾ ഒരുപാട് ചുവപ്പ് വര ഇട്ടുകൊള്ളു നോക്കി. കാരണം ഈ പാഠത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് അർത്ഥം. ബാങ്ക് കേൾക്കുമ്പോൾ ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ചു ബാങ്കിന് ഇജാബത്ത് ചെയ്യണം. ഓക്കെ, ക്ഷമ അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽ പെട്ടതാണ് അല്ലേ. പ്രതിഫലം വ്യക്തമാക്കാം. സാധാരണ പള്ളികളിൽ വെച്ചുള്ള നിസ്കാരത്തേക്കാൾ മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബിയും മസ്ജിദുൽ അഖ്സ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. അൽ മുഫല്ലലാത്ത് എന്നുള്ള പാഠം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ട്. ഏത് കണ്ടോ? മസ്ജിദുൽ ഹറാമിലുള്ള നിസ്കാരത്തിന്റെ കൂലി എത്രയാണ്? 10,000 കോടി നിസ്കാരങ്ങളുടെ. മസ്ജിദുൽ നബവിയോ 10 ലക്ഷം, മസ്ജിദുൽ അഖ്സയോ 1000 നിസ്കാരങ്ങളുടെ പ്രതിഫലം. അപ്പൊ അത് മൂന്നും നിർബന്ധമായിട്ടും കാണാൻ പഠിക്കാം കേട്ടോ. പിന്നെ 2 വീതം എഴുതുക. ഏതാ? ഹൈറിന്റെ വഴികൾ. ഇഷ്ടംപോലെ ഹൈറിന്റെ വഴികൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ. ഹൈറിന്റെ വഴികൾ
എന്താ വാഹനത്തിൽ ബാഗ് കയറ്റി വെക്കാൻ സഹായിക്കുക, തിന്മ തടയുക, അങ്ങനെ വേണ്ട ഒരുപാട് ഖൈറിൻ്റെ വഴികൾ നമ്മൾ എന്താണ് ഓൾറെഡി പഠിച്ചിരുന്നു. നമുക്ക് ആ ഭാഗം ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. തുറുക്കുൽ ഖൈർ എന്നുള്ള പാഠം എടുത്തിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. പുണ്യമുള്ള രാവുകൾ, അതായത് രാത്രിയാണ്, രാത്രി പുണ്യമുള്ള രാവുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ മുഫല്ലലാത്ത് എന്നുള്ള പാഠം എടുത്തു കഴിഞ്ഞാൽ 2 പെരുന്നാൾ രാവുകൾ, വെള്ളിയാഴ്ച രാവ്, റമദാൻ അവസാന 10 രാവുകൾ, മിഅ്റാജ് രാവ്, ബറാത്ത് രാവ് തുടങ്ങിയ മറ്റു രാവുകളെക്കാൾ പുണ്യമുള്ളതാണ്. കണ്ടോ, ഇതെല്ലാം മറ്റു രാവുകളെക്കാൾ പുണ്യമുള്ളതാണ് എന്നാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തതോ പുണ്യമുള്ള ദിവസങ്ങൾ. ഇനി പുണ്യമുള്ള ദിവസങ്ങൾ ഇതാ അവിടെ തന്നെ ഉണ്ടേ. ഒരു ദിവസത്തിൽ ഇതാ ഇവിടെ സോറി അതിൻ്റെ മേലെയാണ്. മുഹറം 10, 9 ദിവസങ്ങൾ. ഇതാ റമദാൻ മാസം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അറഫ ദിനം, 2 പെരുന്നാൾ, അയ്യാമു തശ്രീഖ്, വെള്ളി തിങ്കൾ എന്ന് എഴുതിയാൽ തന്നെ എന്തായി, ഫുൾ മാർക്കായി, തുടങ്ങി ഏറെ പുണ്യമുള്ളവയാണ്. കണ്ടോ, ആ ദിവസങ്ങൾ അതൊക്കെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനോ, വമയ്യു അള്ളിം ഷആഇറല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ തഖ്വയിൽപ്പെട്ടതാണ് എന്നുള്ളത് ഓൾറെഡി ഈ ഹദീസ് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അടുത്തത് എന്താണ് പറയേണ്ടതെന്ന് എഴുതാം. നബിമാർ മലക്കളുടെ പേര് കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? അലൈഹിസ്സലാം. സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു. ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയല്ലേ. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, പൂയിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എൻ്റെ കാലശേഷം നിങ്ങൾ ഈ പാഠം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാണ്ട്. ഏത് പാഠം വെച്ചിട്ടാ? അല്ല, ഇത്തിബാവ് എന്നുള്ള പാഠത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് അവിടെ ഇത്തിബാവ് എന്നുള്ള പാഠം ഇവിടെ അൽ ഇത്തിബാവ്. യെസ്. ഒന്ന് തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി, അത് നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ അടുത്തത് അൽ ഇത്തിബാവ് എന്നുള്ള പാഠമല്ല, സിറാത്തുൽ മുസ്തഖീം എന്നുള്ള പാഠത്തിലാട്ടോ. ഇവിടെ എൻ്റെ കാലശേഷം എന്താ ഈ ഭാഗത്ത് അല്ല, ഇത്തിബാവ് എന്നുള്ള പാഠത്തിൽ തന്നെ തോന്നുന്നുണ്ട്. എന്തായാലും എൻ്റെ കാലശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ എൻ്റെ കാലശേഷം നിങ്ങൾ ജീവിക്കുന്ന പക്ഷം നിരവധി അഭിപ്രായ ഭിന്നതകൾ കാണും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചര്യയും സന്മാർഗികളായ ഖുലഫാക്കളുടെ ചര്യയും പിൻപറ്റണം. അവ നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുകയും വേണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം കേട്ടോ. ആ ഒരു ഭാഗം ആ പാഠത്തിൽ നിന്ന് നമുക്ക് നോക്കാൻ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ അടുത്തതോ കണ്ടോ, വലിയതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ക്ഷമ എന്നാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്? ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിൻ്റെ മേൽ ബന്ധനം ചെയ്യലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അസ്വബർ. നമുക്ക് ഒരു വട്ടം കൂടി നോക്കാം, നമുക്ക് കറക്റ്റ് അങ്ങനെ തന്നെയാണോ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ക്ഷമ. യെസ്, അതെ ക്ഷമ. ഈമാൻ ശരിയാവാനുള്ള നിബന്ധനകളിൽ പെട്ടതാണ് അവ ഏവ. അപ്പോൾ ഈമാൻ ശരിയാവാനുള്ള നിബന്ധനകളിൽ പെട്ടതാണ്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മുടെ ലാസ്റ്റ് എക്സാം ആണ് അല്ലേ? നാളെ എഴുതാൻ പോകുന്നത് അർദ്ധവാർഷിക പരീക്ഷയിലെ ലാസ്റ്റ് എക്സാം അല്ലേ? അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർഡ് ആയിട്ടില്ലേ? ഇതോടുകൂടെ നമുക്കൊന്ന് പ്രിപ്പയർ ആവാം ഇൻഷാ അല്ലാഹ്. എന്തായാലും നല്ല ഷാറായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ വേറൊരു കാര്യം, ഇന്നലത്തെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കഷൻ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എഴുതിയോ? എന്നിട്ട് ലാസ്റ്റ് എത്ര മാർക്ക് ഇങ്ങനെ കിട്ടി? ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്കോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. ഞാനൊന്ന് നോക്കിയേക്കട്ടെ ആർക്കൊക്കെ എത്രത്തോളം മാർക്ക് ഉണ്ട് എന്നുള്ളത്. പിന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ പേരും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പേരും കൂടി, അതേപോലെ സ്ഥലവും. നമ്മുടെ ലൈവ് കാണുന്നതില് ഏറ്റവും കൂടുതൽ ഏത് ജില്ലക്കാരാന്നുള്ളത് നമുക്കൊന്ന് നോക്കിയേക്കാം. പവർ വരട്ടെ, ആ ജില്ലന്റെ പവർ വരട്ടെ, ഏത് പവറാണെന്നുള്ളത്, ഏത് ജില്ലയാണെന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ മക്കളോ, നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസ്, ഒരുപാട് ഷോർട്സ് ആയിട്ടും ഒരുപാട് വീഡിയോസ് ആയിട്ടും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യും വരും കാലങ്ങളിലൊക്കെ. ഇനി പൊതുപരീക്ഷയ്ക്ക് ഏകദേശം 3 മാസത്തോളമാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ധാരാളം ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ കണ്ടന്റ് നമ്മൾ ഈ ചാനലിലിടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതിന് ഞാൻ 100% ഗ്യാരണ്ടി തരികയാണ് ഇൻഷാ അല്ലാഹ്. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ചാനലിലിടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ലൈവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതും കൂടി നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി നമ്മുടെ കമന്റ് വഴി ഒന്ന് അറിയിക്കണം. നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് എഴുതണം കേട്ടോ. ഈ നമ്മുടെ ലൈവ് എങ്ങനെ ഉണ്ടായിരുന്നു, ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഒരു ഫീഡ്ബാക്ക് കൂടി നിങ്ങൾ എഴുതണം. തീർച്ചയായിട്ടും ഞാൻ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വൈകിക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ദുറൂസുൽ ഇഹ്സാൻ അതിന്റെ ചർച്ച ആരംഭിക്കാം. നമുക്കിവിടെ ഫസ്റ്റ് യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. കുടുംബ ബന്ധം മുറിക്കൽ. മൻ വസലക്ക് വസൽത്തുഹു വമൻ ഡേഷ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് കുടുംബ ബന്ധം മുറിക്കൽ ഏതാണ് നമുക്ക് നോക്കിയേക്കാം. ദുറൂസ് എടുത്ത് നോക്കിയേക്കാം. ദുറൂസ് എടുത്തിട്ട് നമുക്ക് എവിടെയാണ് ആ ഭാഗം, കുടുംബ ബന്ധത്തിന്റെ പാഠം എവിടെ വരുന്നത് നമുക്ക് നോക്കിയേക്കാം. തുറുക്കുൽ ഖൈറൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സിലത്തുർ റഹിം എന്നുള്ള പാഠത്തിലുണ്ട് കുടുംബ ബന്ധം എന്താണ് മുറിക്കൽ. നമുക്കതിൽ മഹാപാപമാണ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ പാഠത്തിൽ എവിടെയാണ് അത് ബന്ധം എന്ന് നോക്കിയേക്കാം. എന്തായാലും മഹാപാപമാണ് കുടുംബ ബന്ധം മുറിക്കല്, മഹാപാപമാണ്. കുടുംബ ബന്ധം മുറിക്കൽ മഹാപാപമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് കിട്ടി, കുടുംബ ബന്ധം മുറിക്കൽ മഹാപാപമാണ്. 1. 2, മൻ വസലക്ക് വസൽത്തുഹു വമൻ ഡാഷ്. എന്താണ് അതിന്റെ അർത്ഥം? നമുക്ക് അതിന്റെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഈ ഒരു പാഠത്തിൽ തന്നെയാണ്. മൻ വസലക്ക് മൻ വസലക്ക് വസൽത്തു വമൻ കത്താക്കി കത്തോ. അതിന്റെ അർത്ഥസഹിതം നമ്മൾ പഠിക്കണം. ഈ ഹദീസും പഠിക്കണം, ഇതിന്റെ അർത്ഥവും പഠിക്കണം കേട്ടോ. നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും, നിന്നെ മുറിച്ചവനെ ഞാൻ മുറിക്കും. ഈ അർത്ഥം നിർബന്ധമായിട്ടും പഠിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഹദീസും നിർബന്ധമായിട്ടും കാണാൻ പഠിക്കുക. മൻ വസലക്ക് വസൽത്തുഹു വമൻ കത്താക്കി കത്താത്തുഹു. അപ്പൊ നമുക്ക് ഇവിടെ ഏതാണ്? വമൻ കത്താക്കി കത്താത്തുഹു. ഇത് 2. ഇനി 3-മത്തതോ, ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും. ഇന്നമാ യുവഫ തീർച്ചയായും പൂർത്തിയാക്കി കൊടുക്കും അസ്വാബിറൂന ക്ഷമിക്കുന്നവർക്ക് അജ്റഹും അവരുടെ കൂലി. നമുക്ക് ക്ഷമ എന്നുള്ള പാഠം, അസ്വബിർ എന്നുള്ള പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അസ്വബിർ എന്നുള്ള പാഠം നമുക്ക് നോക്കിയേക്കാം.
സോബിർ എന്നുള്ള പാഠം. സോബിർ എന്നുള്ള പാഠം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. ഇതാ കണ്ടില്ലേ, അജ്റുഹും ബിഗൈരി ഹിസാബ്. അപ്പൊ ഈ ദുറൂസില് ഇത്തരത്തിലുള്ള ഏത് വരുന്നുണ്ട്, ആയത്തും ഹദീസുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിർബന്ധമായിട്ട് പഠിക്കണം. ഇൻഷാ അല്ലാഹ് അതിൻ്റെയൊക്കെ ക്യാപ്സൂൾ രൂപത്തിൽ ദുറൂസിലെ ആയത്തുകൾ ഹദീസുകൾ ഏതൊക്കെയെന്നുള്ളത് ഇൻഷാ അല്ലാഹ് അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് വരും കാലങ്ങളിൽ ചെയ്യാം കേട്ടോ. അതിൻ്റെ അർത്ഥസഹിതം പഠിക്കണ രീതിയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കിട്ടി ബി ഐരി ഹിസാബ് എന്നുള്ളത് കിട്ടി, മൂന്നാമത്തതും കിട്ടി. നാലാമത്തത് വമയ്യു അല്ലിം ഷആയിർ അല്ലാഹി, വമയ്യു അല്ലിം ഷആയിർ അല്ലാഹി. അതിൻ്റെ നോക്കി അത് ഏത് പാഠത്തിലാണ് വരുന്നത്? മുഫല്ലലാത്ത് എന്നുള്ള പാഠമായിരിക്കാം. തഅലീം എന്നുള്ള പാഠത്തില് ഇവിടെ നോക്കാം വമയ്യു അല്ലിം ഷആയിർ അല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഇതും പഠിക്കണം, അതിന്റെ അർത്ഥവും പഠിക്കണം. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ ദീനിന്റെ ഷആയിറുകളെ ആദരിക്കൽ കൽബുകളുടെ തഖ്വയിൽപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിന്റെ ചിഹ്നമായിട്ട് എന്തൊക്കെയുണ്ടോ അതിനെ ആദരിക്കുക എന്നുള്ളത് ഹൃദയത്തിന്റെ കൽബുകളുടെ തഖ്വയിൽപ്പെട്ടതാണ്. മനസ്സിലായോ? അപ്പൊ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് നാലാമത്തതും കിട്ടി. അഞ്ചാമത്തത് ഖുർആനിന്റെ വിശദീകരണമാണ്. ഏത്? ഖുർആനിന്റെ വിശദീകരണമാണ് നബിചര്യ. അല്ലെ, നമ്മളത് ഓൾറെഡി പഠിക്കണതാണ്. ഏത്? അൽ മുഫല്ലലാത്തു എന്നുള്ള അൽ ഇത്തിബാവും ഇത്തിബാ എന്നുള്ള ഒരു പാഠത്തിൽ നമ്മളത് പഠിക്കുന്നുണ്ട് അല്ലെ. സിറാത്തുൽ മുസ്തഖീം ഒരു പാഠത്തിൽ നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്ത്? നമ്മള് ഖുർആനിന്റെ വിശദീകരണമാണ്. കണ്ടോ, നബിചര്യ. അപ്പോ നമുക്ക് എന്താണ് നബിചര്യ? എവിടെ? അഞ്ചാമത്തത് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി അടുത്തത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ. ഇവിടെ നല്ല രണ്ടെണ്ണം ഉണ്ട്. സ്വഹാബാക്കൾ ഒന്നും സൃഷ്ടിയല്ല. ഒന്നാമത്തെ പാഠം തന്നെ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള പാഠാണ്. അപ്പൊ നോക്കാം, അള്ളാഹുവിന്റെ ഒന്നും സർവ്വലോക സൃഷ്ടാവാണ്, അവന്റെ ഒന്നും സൃഷ്ടിയല്ല. അള്ളാഹുവിനെ ആരും സൃഷ്ടിച്ചതാണോ? അല്ല, ഒരിക്കലും അല്ല. അപ്പൊ എന്താ? അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് ഒന്നും സൃഷ്ടിയല്ല, അള്ളാഹു ആദ്യമേ ഉള്ളവനാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിച്ചവരാണ് സ്വഹാബികൾ. നമുക്കറിയാം സ്വഹാബാക്കൾ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജ് നോക്കിയേക്കാം, പൂർത്തിയാക്കാം. അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ നോക്കൂ, അതേതാണ്? അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ. നമ്മളിവിടെ കുറച്ച് ആൾക്കാരെ പഠിക്കുന്നുണ്ട്. നബിമാരെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സിദ്ദീഖുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സ്വാലിഹുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മൂന്നാൾക്കാരെയാണ് നമുക്ക് ഈ ഒരു സെന്റൻസിൽ പഠിക്കാനുള്ളത്. ഒന്ന് നബിമാർ. അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. ഒന്ന്, അത് നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി സിദ്ദീഖുകൾ എന്ന് പറഞ്ഞ ആരാ? പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിന്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ദീഖുകൾ. ഇനി സ്വാലിഹുകൾ എന്ന് പറഞ്ഞാലോ, സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. ഇവിടെ ഒരാൾ കൂടി ഉണ്ട്, ശുഹദാക്കളും പഠിക്കാണ്ട്. പിന്നെ കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. അപ്പൊ ഈ 4 വിഭാഗം ആളുകൾ, നാല് വിഭാഗം ആളുകളെ നമ്മൾക്ക് നിർബന്ധമായിട്ടും പഠിക്കണം. ഇതിൽ നിന്ന് 4 ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോളെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി അടുത്തത്, അപ്പൊ ഇവിടെ ഏതാണ്? നബിമാർ അല്ലെ, നബിമാർ. ഇനി അടുത്തതോ, മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഖുർആനിലെയും ഹദീസുകളുടെയും നിയമങ്ങൾ എന്ത് ചെയ്തു? മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഖുർആനിലെയും ഹദീസുകളുടെയും നിയമങ്ങൾ എന്താ ചെയ്തത്? ഇത്തിബാ എന്നുള്ള പാഠത്തിലുണ്ടല്ലോ. എന്താ ചെയ്തത്? പറയ മക്കളെ. യെസ്, ക്രോഡീകരിച്ചു അല്ലെ. മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഖുർആനിലെയും ഹദീസിലെയും എന്ത് ചെയ്തു? ക്രോഡീകരിച്ചു. നമുക്കത് എവിടെ വരുന്നത്? നമുക്കിവിടെ അങ്ങനെ പോയിട്ട് നോക്കിയിട്ട് ഇങ്ങനെ കാണാം. നമുക്ക് സ്വഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്
സ്വഹാബികൾ ദീൻ പഠിച്ചു, അവരിൽ നിന്ന് താബികൾ പഠിച്ചു. അങ്ങനെ മുഅ്മിനീങ്ങളായ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ദാ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഖുർആനിലെയും ഹദീസുകളെയും നിയമങ്ങൾ ക്രോഡീകരിച്ചു. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഖുർആനിലെയും ഹദീസുകളിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചു. ഖുർആനിലെയും ഹദീസുകളിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചു. അപ്പൊ അങ്ങനെ തന്നെ എഴുതണം. അപ്പോ ഹദീസുകൾ നിയമങ്ങൾ ക്രോഡീകരിച്ചു. അത് ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ആദരിക്കപ്പെടേണ്ടവയിൽ ഏറ്റവും പ്രധാനമായത് ഏതാ? നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് മനസ്സിലേക്ക് വരും, ഉറപ്പാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായത് ഏതാണെന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. ആദരിക്കപ്പെടേണ്ടവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത്? വിശുദ്ധ ഖുർആൻ. ഇവിടെ പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആദരിക്കപ്പെടേണ്ടവയിൽ ഏറ്റവും പ്രധാനമായതാണ് വിശുദ്ധ ഖുർആൻ. പിന്നെ വിശുദ്ധ ഖുർആൻ ഉളു ഇല്ലാതെ തൊഴിൽ ഹറാമാണ്. ഉയർന്ന സ്ഥലത്ത് വെക്കണം. അതിനെ ബഹുമാനിക്കുന്ന രൂപങ്ങളാട്ടോ. ഉയർന്ന സ്ഥലത്ത് വെക്കുക, അതിന് മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക, പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക തുടങ്ങിയ ഖുർആനിനെ വന്ദിക്കുന്ന രൂപങ്ങളാണ്. വന്ദിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനിക്കുക കേട്ടോ. ബഹുമാനിക്കുന്ന രൂപങ്ങളാണെന്ന് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ്. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ്, നമുക്ക് തന്നെ അറിയാം അല്ലേ, ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ അത് നമുക്ക് ഏതാണ്? അൽ മുഫല്ലലാത്ത് എന്നുള്ള പാഠം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മുഫല്ലലാത്ത് എന്നുള്ള പാഠം എടുത്ത് നോക്കിയാൽ മതി. മുഫല്ലലാത്ത് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതിന് എന്ത് ചെയ്യണം? കണ്ടോ? 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദർ. കണ്ടില്ലേ? അതാണ്. പിന്നെ ഈ മുഫല്ലലാത്തിൽ ഒരുപാട് ദിവസങ്ങളും ഒരുപാട് കാര്യങ്ങളും പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് നോക്കണേ ഇൻഷാ അല്ലാഹ്. ഇൽമിന്റെ മജ്ലിസും സ്വർഗ ആരാമങ്ങളിൽ പെട്ടതാണ് അല്ലേ നമ്മൾ പഠിച്ചിരുന്നത്, ഇൽമിന്റെ മജ്ലിസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ദാ ഇവിടെ ഇതിന്റെ അടിയിക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. ഇൽമിൻ അപ്രകാരം ഇൽമിന്റെ മജ്ലിസും സ്വർഗ തോപ്പിൽപ്പെട്ടതാണ്. ആരാമം എന്ന് പറഞ്ഞാൽ തോപ്പന്നെ കേട്ടോ. പക്ഷെ ഇതിൽ കിതാബിലുള്ളത് എന്താ? തോപ്പിൽപ്പെട്ടതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. തോപ്പിൽപ്പെട്ടതാണ് കേട്ടോ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈറിന്റെ വഴികൾ 2 വീതം എഴുതുക. ഇഷ്ടംപോലെ ഹൈറിന്റെ വഴികളാണ്. ഹൈറിന്റെ വഴികളെ കൊണ്ട് തട്ടി തടയാൻ പാകല്ല. അങ്ങനെയാണ് ഹൈറിന്റെ വഴികളുള്ളത്. നമുക്ക് ഏതൊക്കെയാണ് നോക്കിയേക്കാം. തുറുക്കുൽ ഹൈർ എന്നുള്ള പാഠം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഹൈറിന്റെ വഴികൾ നിരവധിയാണ്. ഇവിടുന്ന് തൊട്ടിട്ട് അങ്ങോട്ട് പറയുന്നുണ്ട്. പ്രസന്നമായ മുഖത്തോടുകൂടെ തന്റെ സഹോദരനെ കാണുക, രണ്ടാളുകൾക്കിടയിൽ നീതി ചെയ്യുക, ഒരാളെ വാഹനത്തിൽ കയറാൻ സഹായിക്കുക, അവന്റെ ലഗേജ് കയറ്റി കൊടുക്കുക, ഇങ്ങനെ ഇഷ്ടം പോലെ തിന്മ തടയുക. എത്രങ്ങാനും വെച്ചിട്ടാ കുടുംബ ബന്ധം ചേർക്കുക, ഉസ്താദുമാർ, മുതിർന്നവർ, ഉലമാക്കൾ മുതലായവരെ ആദരിക്കുക. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ഹൈറിന്റെ വഴികൾ ഏതെങ്കിലും ഒരു 2-3 പഠിച്ചു വെക്കുക. അപ്പോൾ സിമ്പിൾ ആയല്ലോ. ശരീരം ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമുക്ക് ആ പാഠത്തിനെ കുറിച്ചിട്ട് ശരീരം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട് അല്ലേ? രണ്ടെണ്ണം വീതം എഴുതുക. 2 എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാ? പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. അപ്പൊ പള്ളിനെ ബഹുമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. അത്തഅലീം എന്നുള്ള പാഠത്തില് പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക 1, ഭൗതിക സംസാരം ഒഴിവാക്കുക 2, ശബ്ദം താഴ്ത്തി സംസാരിക്കുക 3 മുതലായവ പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. അപ്പോൾ പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ട 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം നമുക്കതിൽ നിന്ന് ഏതെങ്കിലും 2 എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഈ പാഠത്തിൽ പല കാര്യങ്ങളെയും ബഹുമാനിക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ.
ഇനി ഖുർആനിനെ വന്ദിക്കുന്ന രൂപങ്ങൾ, വന്ദിക്കുന്ന പറഞ്ഞാൽ ബഹുമാനിക്കുന്ന എന്നതിൻ്റെ അർത്ഥം. എങ്ങനെയാണ് ഖുർആനെ ബഹുമാനിക്കുക? നമ്മൾ നേരത്തെ ചോദ്യം വന്നില്ലേ, ആദരിക്കപ്പെടേണ്ടവയിൽ ഏറ്റവും പ്രധാനമായത് വിശുദ്ധ ഖുർആനാണ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അവിടെ തന്നെ വുളു ഇല്ലാതെ അത് തൊടൽ പോലും ഹറാമാണ്. ഉയർന്ന സ്ഥലത്ത് വെക്കുക, അതിനു മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക, പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക തുടങ്ങിയവ ഖുർആനിനെ വന്ദിക്കുന്ന രൂപങ്ങളാണ്. സിമ്പിൾ അല്ലേ? 3 അവിടെ നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഏതാണുള്ളത്? പുണ്യം കൂടിയ പള്ളികൾ. ഏറ്റവും നല്ല പുണ്യം കൂടിയ പള്ളികൾ ഏതൊക്കെയാണെന്നുള്ളത് അത് അൽ മുഫല്ലലാത്ത് എന്നുള്ള പാഠത്തിലാണ് വരുന്നത്. ഏറ്റവും പുണ്യം കൂടിയ പള്ളികൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓരോ പള്ളികളിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ എത്ര കൂലികളാണെന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. മസ്ജിദുൽ ഹറാമിൽ എത്രയാണെന്ന്, മസ്ജിദുൽ നബവിയിൽ എത്രയാണ്, മസ്ജിദുൽ അഖ്സയിൽ എത്രയാണെന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അത് ശരിക്കും നോക്കണം കേട്ടോ. മസ്ജിദുൽ ഹറാമിൽ 10,000 കോടി നിസ്കാരങ്ങളുടെ, മസ്ജിദുൽ നബവിയിലോ 10 ലക്ഷം നിസ്കാരങ്ങളുടെ, മസ്ജിദുൽ അഖ്സയിലോ 1000 നിസ്കാരങ്ങളുടെ പ്രതിഫലവും ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. തൊഫയിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അത് തൊഫ പറഞ്ഞ ഉസ്താദ് നമ്മൾ ഫിഖിഹിലല്ലേ, അത് എന്താ ഫിഖിഹിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് തൊഫ കേട്ടോ. അപ്പോൾ അതിലിത്ര കൂലികൾ ലഭിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. അടുത്തതോ മാതാപിതാക്കളെ ആദരിക്കുന്നതിൽ പെട്ട കാര്യങ്ങൾ. മാതാപിതാക്കളെ ആദരിക്കുന്ന, അപ്പോൾ അത് നമ്മൾ തഅലീം എന്നുള്ള പാടെടുക്കണം. തഅലീം എന്ന മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുതിർന്നവർ മുതലായവരെ ആദരിക്കുകയും അവരെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും അവർക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യണം. കണ്ടോ? മാതാപിതാക്കളുടെ സ്ഥാനം മുതിർന്നവരെയും അവരെ കാണുമ്പോൾ എഴുന്നേൽക്കുക, അവർക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക തുടങ്ങിയൊക്കെ എന്താണ്? മാതാപിതാക്കളെയും ഉസ്താദുമാരെയും മുതിർന്നവരെയും. ഇനി പരീക്ഷയ്ക്ക് ഇവിടെ മാതാപിതാക്കൾ എന്നല്ല വന്ന് ഉസ്താദുമാരെ ബഹുമാനിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ഏതെഴുതണം? ഇതെഴുതണം. അല്ലെങ്കിൽ മുതിർന്നവരെ ബഹുമാനിക്കുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ എഴുതണം. ഇവിടെ മാതാപിതാക്കൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം ഈ ഒരു കാര്യം എന്ത് ചെയ്യാം? അവിടെ എഴുതുക. ഓക്കെ. പിന്നെ ഈ നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കുക എന്നുള്ളത് എന്താണ്? അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണെന്ന് നബി അവിടെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂർത്തിയാക്കാം. ക്ഷമ അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ്. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ്. സ്വഭാവത്തിൽപ്പെട്ടതാണ്. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ഏത്? വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ലൈലത്തുൽ ഖദർ അല്ലേ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ അല്ലേ? നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ നമ്മൾ ഇപ്പോഴും പഠിച്ചു വെച്ചിട്ടേ ഉള്ളൂ. ഏതാ? അള്ളാഹുവിനെ ആദരിക്കുന്നത് പോലെയാണ്. എന്താണ് അവിടെ ശരിക്കും സെന്റൻസ് എന്താ പറയുന്നത്? അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. ഓക്കെ. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ബിഗൈരി ഹിസാബ്. ഓക്കെ. അതെന്താ നമുക്ക് നോക്കിയേക്കാം ആ ഭാഗം. കാരണം ആ ഭാഗം നമുക്ക് അർത്ഥം ഒന്ന് പഠിക്കാണ്ട്. സബറിന്റെ പാഠം ഇങ്ങനെ എടുത്തു നോക്കുക. അതിലിങ്ങനെ വരും ഇന്നമായ സബറും ബിഗൈരി ഹിസാബ്. അപ്പോൾ ഇതിൽ അർത്ഥമല്ല അല്ലേ? അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം നൽകും. അതായത് അതിൻ്റെ മുമ്പ് തന്നെ ഉണ്ട്, ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു നൽകും. ഇന്നമായ സ്വാബിറൂന അജ്റും ബിഗൈരി ഹിസാബ്. ഓക്കെ, അള്ളാഹു നൽകും. ഇതാണ് അതിൻ്റെ
മീനിങ് വരുന്നത്. ഈ മീനിങ്ങും ഈ അറബിയൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണേ. ഇനി അടുത്തതോ, ഉത്തരം എഴുതാം. ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? അപ്പം ഇതിൻ്റെ ആൻസർ പറയുന്ന സമയത്ത് നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട്. ഏതൊക്കെ? താലീം എന്നുള്ള പാഠത്തിൽ ഇവിടെ നോക്കി, മലക്കുകളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം, സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം, ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം എന്നുള്ളത്. മലക്കളുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയണം. സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയണം. ഓക്കെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലൽ അനിവാര്യമാണ്. അപ്പം ഈ 4 കാര്യവും ഇവിടെ പഠിക്കണം. ഇപ്പം നമുക്കിവിടെ ചോദ്യം എന്താ? ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നുള്ളത് പറയണം. അറഫ ദിന നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു. മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ കൊല്ലത്തെ പാപങ്ങൾ എന്താണ്? പൊറുപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, അറഫ ദിന നോമ്പിനെ കുറിച്ച് പോയതും വരാനിരിക്കുന്നതുമായ 2 കൊല്ലത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കും. പിന്നെ ആശുറ നോമ്പിൻ്റെയാണ്. ആശുറ നോമ്പ് 1 കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കും. അറഫ ദിന നോമ്പോ പോയതും വരാനിരിക്കുന്നതുമായ 2 കൊല്ലത്തെ ദോഷങ്ങൾ പൊറുത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇനി നെക്സ്റ്റ് പേപ്പർ നോക്കാം. വിശ്വാസപരമായി 2 ത്വരീഖത്തുകൾ ഏതെല്ലാം? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അശ്അരി മാതുരീദി അല്ലേ? അശ്അരി മാതുരീദി മാതുരീദി. നെക്സ്റ്റ്, കർമ്മശാസ്ത്രത്തിലെ 4 മദ്ഹബുകൾ. കർമ്മശാസ്ത്രത്തിലെ 4 മദ്ഹബുകൾ ഏതൊക്കെയാണെന്നാണ്? സിമ്പിൾ അല്ലേ? നമുക്കറിയണം മദ്ഹബ് ഏതാ? യെസ്, ഷാഫി, ഹനഫി, ഹൻബലി, മാലിക്കി റളിയല്ലാഹു അൻഹു. ഓക്കെ, ഇത് അവരുടെ പേര് എഴുതിയതല്ല കേട്ടോ, ഞാൻ മദ്ഹബുകൾ എഴുതിയതാണ്. ഇനി അടുത്തത് ഷുഹദാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വാലിഹുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നബിമാർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് നോക്കിയേക്കാം. നമ്മുടെ അൽ ഈമാനു ബിർ റുസുൽ എന്നുള്ള പാഠത്തിൽ നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞത് 4 കാര്യങ്ങൾ. നബിമാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ജനങ്ങളെ അവരിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. ഇനി നമുക്ക് ഷുഹദാക്കളും സ്വാലിഹുകളാണ്. ഷുഹദാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ഷുഹദാക്കൾ. സ്വാലിഹുകളോ? കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. അപ്പൊ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഒരു പേപ്പർ ചർച്ച ചെയ്യാം. യോജിച്ചവ ചേർക്കാം. മുർസലുകളിൽ നിന്ന് ശ്രേഷ്ഠരാണ് അല്ലാഹു തആല അല്ല, നബിചര്യ അല്ല, ഉലുൽ അസ്മുകൾ, മുർസലുകൾ, ഇൽമിന്റെ മജ്ലിസ്. നമ്മൾ പറഞ്ഞു നബിമാരേക്കാൾ ശ്രേഷ്ഠത ആർക്കുണ്ടാവുക? നബിമാരേക്കാൾ ശ്രേഷ്ഠത മുർസലുകൾക്കാണ്. എന്നാൽ മുർസലുകളിൽ തന്നെ ശ്രേഷ്ഠത ആർക്കാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അത് നമുക്ക് അൽ മുഫല്ലലാത്ത് എന്നുള്ള പാഠം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മനസ്സിലാകും. മുർസലുകളേക്കാൾ ശ്രേഷ്ഠമുള്ളവർ ഉലുൽ അസ്മുകളാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. ഇതെവിടെ പറയുന്നത് വെച്ചാൽ സോറി, ഇത് ഇത്തിബാ എന്നുള്ള പാടാണല്ലേ. നമുക്ക് മുഫല്ലലാത്ത് എന്നുള്ള പാഠം എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുള്ളേ. നല്ല കഥ. അപ്പോൾ ഈ പാഠത്തിൽ അംബിയ, ഔലിയ, ശുഹദാക്കൾ
ഇതാ, അമ്പിയാക്കളെക്കാൾ മഹോന്നതരാണ് മുർസലുകൾ, അവരിൽ നിന്ന് ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മുകൾ, അവരെല്ലാവരേക്കാളും ഉത്കൃഷ്ടരാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. അപ്പൊ മുർസലുകളിൽ നിന്ന് ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മുകൾ. ഒന്ന്, അമ്പിയാക്കളെക്കാൾ മഹോന്നതരാണ്, നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ മുർസലുകൾ. കണ്ടോ? അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. സ്വർഗത്തോപ്പിൽ പെട്ടതാണ് അല്ലാഹു തആല നബിചര്യ, ഇൽമിന്റെ മജ്ലിസ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇൽമിന്റെ മജ്ലിസ്. കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ. അപ്പൊ കേൾക്കുന്ന, ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആളാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നാലാമത്തെ ഇത് ഖുർആനിന്റെ വിശദീകരണം നബിചര്യ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേപ്പർ നോക്കാം. സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെയാണ് ദീന് എന്ത് ചെയ്യേണ്ടത്? വിശദീകരിക്കേണ്ടത്. അൽ ഇത്തിബാ എന്നുള്ള പാഠം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ട് എങ്ങനെയാണ് ദീന് വിശദീകരിക്കേണ്ടത് എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അതായത് സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ ദീന് വിശദീകരിച്ചതുപോലെയാണ് ദീന് മനസ്സിലാക്കേണ്ടത് എന്നാണ് കേട്ടോ. കണ്ടോ? ഖുർആനും ഹദീസും തോന്നിയ പോലെ വ്യാഖ്യാനിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യരുത്. സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെയാണ് ദീൻ മനസ്സിലാക്കേണ്ടത് എന്നാണ് കേട്ടോ. ദീന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ദീന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന് ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ, ഒന്നാമത്തെ പാഠത്തിൽ തന്നെയല്ലേ, കരുത്തുറ്റതാവുക എന്നുള്ളത്. നോക്കി, അള്ളാഹു കാണുന്നുണ്ടെന്ന് ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുക. ഈ പാഠത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്. സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. അതൊന്ന് ജസ്റ്റ് നേരെ നോക്കി വെക്കണേ. നിങ്ങളെല്ലാവരും നോക്കി വെച്ചിട്ടുണ്ടാകും, എങ്കിലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി നാം പറയേണ്ടത് എന്താണ്? സിമ്പിള്, നമുക്ക് എല്ലാവർക്കും അറിയാം, ലാ ഇലാഹ ഇല്ലല്ലാ അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാ. ഈ ലോകത്തോട്, അത് ഇവിടെയാണ് എഴുതേണ്ടത്. ബാങ്ക് കേൾക്കുമ്പോൾ ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിന് ഇജാബത്ത് നൽകണം, ഉത്തരം നൽകണം. അപ്പൊ ബാങ്കിനെ ബഹുമാനിക്കുന്ന പാഠത്തിലാണ്, അതായത് തഅലീം എന്നുള്ള പാഠത്തിലാണ് അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടാവുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഒരുപാട് കാര്യങ്ങൾ കണ്ടോ? ഈ പാഠത്തിൽ നമ്മൾ ഒരുപാട് ചുവപ്പ് വര ഇട്ടുകൊണ്ടു നോക്കി. കാരണം ഈ പാഠത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് അർത്ഥം. ബാങ്ക് കേൾക്കുമ്പോൾ ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ചു ബാങ്കിന് ഇജാബത്ത് ചെയ്യണം. ഓക്കെ, ക്ഷമ അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽ പെട്ടതാണ് അല്ലേ? പ്രതിഫലം വ്യക്തമാക്കാം. സാധാരണ പള്ളികളിൽ വെച്ചുള്ള നിസ്കാരത്തേക്കാൾ മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബിയും മസ്ജിദുൽ അഖ്സ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. അൽ മുഫല്ലലാത്ത് എന്നുള്ള പാഠം എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ട്. ഏത് കണ്ടോ? മസ്ജിദുൽ ഹറാമിലുള്ള നിസ്കാരത്തിന്റെ കൂലി എത്രയാണ്? 10,000 കോടി നിസ്കാരങ്ങളുടെ. മസ്ജിദുൽ നബവിയോ 10 ലക്ഷം, മസ്ജിദുൽ അഖ്സയോ 1000 നിസ്കാരങ്ങളുടെ പ്രതിഫലം. അപ്പൊ അത് മൂന്നും നിർബന്ധമായിട്ടും കാണാൻ പഠിക്കാം കേട്ടോ. പിന്നെ 2 വീതം എഴുതുക. ഏതാ? ഹൈറിന്റെ വഴികൾ. ഇഷ്ടംപോലെ ഹൈറിന്റെ വഴികൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ. ഹൈറിന്റെ വഴികൾ എന്താ? വാഹനത്തിൽ ബാഗ് കയറ്റി വെക്കാൻ സഹായിക്കുക, തിന്മ തടയുക, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഹൈറിന്റെ വഴികൾ നമ്മൾ എന്താണ് ഓൾറെഡി പഠിച്ചിരുന്നു. നമുക്ക് ആ ഭാഗം ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. തുറുക്കുൽ ഹൈർ എന്നുള്ള പാഠം എടുത്തിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. പുണ്യമുള്ള രാവുകൾ, അതായത് രാത്രിയാണ്, രാത്രി പുണ്യമുള്ള രാവുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ മുഫല്ലലാത്ത് എന്നുള്ള പാഠം എടുത്തു കഴിഞ്ഞാൽ
2 പെരുന്നാൾ രാവുകൾ, വെള്ളിയാഴ്ച രാവ്, റമദാൻ അവസാന 10 രാവുകൾ, മിഅ്റാജ് രാവ്, ബറാത്ത് രാവ് തുടങ്ങിയ മറ്റു രാവുകളേക്കാൾ പുണ്യമുള്ളതാണ്. കണ്ടോ, ഇതെല്ലാം മറ്റു രാവുകളേക്കാൾ പുണ്യമുള്ളതാണ് എന്നാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തതോ പുണ്യമുള്ള ദിവസങ്ങൾ. ഇനി പുണ്യമുള്ള ദിവസങ്ങൾ ഇതാ അവിടെ തന്നെ ഉണ്ടേ. ഒരു ദിവസത്തിൽ ഇതാ ഇവിടെ സോറി അതിൻ്റെ മേലെയാണ്. മുഹറം 10-9 ദിവസങ്ങൾ. ഇതാ റമദാൻ മാസം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അറഫ ദിനം, 2 പെരുന്നാൾ, അയ്യാമു തശ്രീഖ്, വെള്ളി തിങ്കൾ എന്ന് എഴുതിയാൽ തന്നെ എന്തായി, ഫുൾ മാർക്കായി, തുടങ്ങി ഏറെ പുണ്യമുള്ളവയാണ്. കണ്ടോ, ആ ദിവസങ്ങൾ അതൊക്കെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനോ, വമയ്യു അള്ളം ഷആഇറല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ തഖ്വയിൽപ്പെട്ടതാണ് എന്നുള്ളത് ഓൾറെഡി ഈ ഹദീസ് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അടുത്തത് എന്താണ് പറയേണ്ടതെന്ന് എഴുതാം. നബിമാർ മലക്കളുടെ പേര് കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? അലൈഹിസ്സലാം. സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു. ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയല്ലേ. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, പൂരിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എൻ്റെ കാലശേഷം നിങ്ങൾ ഈ പാഠം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാണ്ട്. ഏത് പാഠം വെച്ചിട്ടാ? അല്ല, ഇത്തിബാവ്. ഇത്തിബാവ് എന്നുള്ള പാഠത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് അവിടെ ഇത്തിബാവ് എന്നുള്ള പാഠം ഇവിടെ അല്ല ഇത്തിബാവ്. യെസ്, ഒന്ന് തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി. അത് നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ അടുത്തത് അൽ ഇത്തിബാവ് എന്നുള്ള പാഠമല്ല, സിറാത്തുൽ മുസ്തഖീം എന്നുള്ള പാഠത്തിലാട്ടോ. ഇവിടെ എൻ്റെ കാലശേഷം എന്താ ഈ ഭാഗത്ത് അല്ല ഇത്തിബാവ് എന്നുള്ള പാഠത്തിൽ തന്നെ തോന്നുന്നുണ്ട്. എന്തായാലും എൻ്റെ കാലശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ. എൻ്റെ കാലശേഷം നിങ്ങൾ ജീവിക്കുന്ന പക്ഷം നിരവധി അഭിപ്രായ ഭിന്നതകൾ കാണും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചര്യയും സന്മാർഗികളായ ഖുലഫാക്കളുടെ ചര്യയും പിൻപറ്റണം. അവ നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുകയും വേണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം കേട്ടോ. ആ ഒരു ഭാഗം ആ പാഠത്തിൽ നിന്ന് നമുക്ക് നോക്കാൻ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ അടുത്തതോ കണ്ടോ, വലിയതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ക്ഷമ എന്നാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്? ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിൻ്റെ മേൽ ബന്ധനം ചെയ്യലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അസ്വബർ നമുക്ക് ഒരു വട്ടം കൂടി നോക്കാം. നമുക്ക് കറക്റ്റ് അങ്ങനെ തന്നെയാണോ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ക്ഷമ. യെസ്, അതെ 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 അതെ, ക്ഷമ. ഈമാൻ ശരിയാവാനുള്ള നിബന്ധനകളിൽ പെട്ടതാണ് അവ ഏവ. അപ്പോൾ ഈമാൻ ശരിയാവാനുള്ള നിബന്ധനകളിൽ പെട്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മുടെ ലാസ്റ്റ് എക്സാം ആണ് അല്ലേ? നാളെ എഴുതാൻ പോകുന്നത് അർദ്ധവാർഷിക പരീക്ഷയിലെ ലാസ്റ്റ് എക്സാം അല്ലേ? അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർഡ് ആയിട്ടില്ലേ?
ദാ ഇതോടുകൂടെ നമുക്കൊന്ന് പ്രിപ്പയർ ആവാം ഇൻഷാ അള്ളാ. എന്തായാലും നല്ല ഉഷാറായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പിന്നെ വേറൊരു കാര്യം, ഇന്നലത്തെ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കഷൻ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എഴുതിയോ? എന്നിട്ട് ലാസ്റ്റ് എത്ര മാർക്ക് ഇങ്ങനെ കിട്ടി? ഒന്ന് കമന്റ് ചെയ്യണേ. എന്താ നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്കോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. ഞാനൊന്ന് നോക്കിയേക്കട്ടെ ആർക്കൊക്കെ എത്രത്തോളം മാർക്ക് ഉണ്ട് എന്നുള്ളത്. പിന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ പേരും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പേരും കൂടി, അതേപോലെ സ്ഥലവും. നമ്മുടെ ലൈവ് കാണുന്നതിൽ ഏറ്റവും കൂടുതൽ ഏത് ജില്ലക്കാരാന്നുള്ളത് നമുക്കൊന്ന് നോക്കിയേക്കാം. പവർ വരട്ടെ, ആ ജില്ലന്റെ പവർ വരട്ടെ, ഏത് പവറാണെന്നുള്ളത്, ഏത് ജില്ലയാണെന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം ഇൻഷാ അള്ളാ. പിന്നെ മക്കളോ, നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസ്, ഒരുപാട് ഷോർട്സ് ആയിട്ടും ഒരുപാട് വീഡിയോസ് ആയിട്ടും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യും വരും കാലങ്ങളിലൊക്കെ. ഇനി പൊതുപരീക്ഷയ്ക്ക് ഏകദേശം 3 മാസത്തോളമാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ധാരാളം ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ കണ്ടന്റ് നമ്മൾ ഈ ചാനലിലിടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതിന് ഞാൻ 100% ഗ്യാരണ്ടി തരികയാണ് ഇൻഷാ അല്ലാഹ്. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ചാനലിലിടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ലൈവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതും കൂടി നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി നമ്മുടെ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണം. നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് എഴുതണം കേട്ടോ. ഈ നമ്മുടെ ലൈവ് എങ്ങനെ ഉണ്ടായിരുന്നു, ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഒരു ഫീഡ്ബാക്ക് കൂടി നിങ്ങൾ എഴുതണം. തീർച്ചയായിട്ടും ഞാൻ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വൈകിക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ദുറൂസുൽ ഇഹ്സാൻ അതിൻ്റെ ചർച്ച ആരംഭിക്കാം. നമുക്കിവിടെ ഫസ്റ്റ് യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. കുടുംബ ബന്ധം മുറിക്കൽ, മൻ വസലക്ക് വസൽത്തുഹു വമൻ ഡേഷ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് കുടുംബ ബന്ധം മുറിക്കൽ ഏതാണ് നമുക്ക് നോക്കിയേക്കാം. ദുറൂസ് എടുത്ത് നോക്കിയേക്കാം. ദുറൂസ് എടുത്തിട്ട് നമുക്ക് എവിടെയാണ് ആ ഭാഗം, കുടുംബ ബന്ധത്തിന്റെ പാഠം എവിടെ വരുന്നത് നമുക്ക് നോക്കിയേക്കാം. തുറുക്കുൽ ഖൈറൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സിലത്തുർ റഹിം എന്നുള്ള പാഠത്തിലുണ്ട് കുടുംബ ബന്ധം എന്താണ് മുറിക്കൽ. നമുക്കതിൽ മഹാപാപമാണ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ പാഠത്തിൽ എവിടെയാണ് അത് ബന്ധം എന്ന് നോക്കിയേക്കാം. എന്തായാലും മഹാപാപമാണ് കുടുംബ ബന്ധം മുറിക്കൽ, മഹാപാപമാണ്. കുടുംബ ബന്ധം മുറിക്കൽ മഹാപാപമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് കിട്ടി, കുടുംബ ബന്ധം മുറിക്കൽ മഹാപാപമാണ്. 1. 2, മൻ വസലക്ക് വസൽത്തുഹു വമൻ ഡാഷ്. എന്താണ് അതിന്റെ അർത്ഥം? നമുക്ക് അതിന്റെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഈ ഒരു പാഠത്തിൽ തന്നെയാണ്. മൻ വസലക്ക്, മൻ വസലക്ക് വസൽത്തു വമൻ കത്തായ്ക്ക് കത്തോ. അതിന്റെ അർത്ഥസഹിതം നമ്മൾ പഠിക്കണം. ഈ ഹദീസും പഠിക്കണം, ഇതിന്റെ അർത്ഥവും പഠിക്കണം കേട്ടോ. നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും, നിന്നെ മുറിച്ചവനെ ഞാൻ മുറിക്കും. ഈ അർത്ഥം നിർബന്ധമായിട്ടും പഠിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഹദീസും നിർബന്ധമായിട്ടും കാണാൻ പഠിക്കുക. മൻ വസലക്ക് വസൽത്തുഹു വമൻ കത്തായ്ക്ക് കത്താത്തുഹു. അപ്പൊ നമുക്ക് ഇവിടെ ഏതാണ്? വമൻ കത്താക്കി കത്താത്തുഹു. ഇത് 2. ഇനി 3-മത്തതോ, ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും. ഇന്നമാ യുവഫ തീർച്ചയായും പൂർത്തിയാക്കി കൊടുക്കും ആ സ്വാബിറൂന ക്ഷമിക്കുന്നവർക്ക്, അജ്റഹും അവരുടെ കൂലി. നമുക്ക് ക്ഷമ എന്നുള്ള പാഠം, അസ്വബിർ എന്നുള്ള പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അസ്വബിർ എന്നുള്ള പാഠം നമുക്ക് നോക്കിയേക്കാം. സോബിർ എന്നുള്ള പാഠം. സോബിർ എന്നുള്ള പാഠം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. കണ്ടില്ലേ? അജ്റുഹും ബിഗൈരി ഹിസാബ്. അപ്പൊ ഈ ദുറൂസില് ഇത്തരത്തിലുള്ള ഏത് വരുന്നുണ്ട്, ആയത്തും ഹദീസുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിർബന്ധമായിട്ട് പഠിക്കണം ഇൻഷാ അല്ലാഹ്. അതിൻ്റെയൊക്കെ ക്യാപ്സൂൾ രൂപത്തില് ദുറൂസിലെ ആയത്തുകൾ ഹദീസുകൾ ഏതൊക്കെയെന്നുള്ളത് ഇൻഷാ അല്ലാഹ് അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് വരും കാലങ്ങളിൽ ചെയ്യാം കേട്ടോ. അതിൻ്റെ അർത്ഥസഹിതം പഠിക്കണ രീതിയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ചെയ്യേണ്ടത്. അപ്പോൾ
നമുക്ക് മൂന്നാമത്തെ കിട്ടി ബി ഐരി ഹിസാബ് എന്നുള്ളത് കിട്ടി, മൂന്നാമത്തതും കിട്ടി. നാലാമത്തത് വമയ്യു അല്ലിം ഷആയിർ അല്ലാഹി, വമയ്യു അല്ലിം ഷആയിർ അല്ലാഹി, അതിൻ്റെ നോക്കി അത് ഏത് പാഠത്തിലാണ് വരുന്നത്? മുഫല്ലലാത്ത് എന്നുള്ള പാഠമായിരിക്കാം. തഅലീം എന്നുള്ള പാഠത്തിലെ ഇവിടെ നോക്കാം, വമയ്യു അല്ലിം ഷആയിർ അല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഇതും പഠിക്കണം, അതിന്റെ അർത്ഥവും പഠിക്കണം. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ ദീനിന്റെ ഷആയിറുകളെ ആദരിക്കൽ കൽബുകളുടെ തഖ്വയിൽപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിന്റെ ചിഹ്നമായിട്ട് എന്തൊക്കെയുണ്ടോ അതിനെ ആദരിക്കുക എന്നുള്ളത് ഹൃദയത്തിന്റെ കൽബുകളുടെ തഖ്വയിൽപ്പെട്ടതാണ്. മനസ്സിലായോ? അപ്പൊ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് നാലാമത്തതും കിട്ടി. അഞ്ചാമത്തത് ഖുർആനിന്റെ വിശദീകരണമാണ്. ഏത്? ഖുർആനിന്റെ വിശദീകരണമാണ് നബിചര്യ, അല്ലെ? നമ്മളത് ഓൾറെഡി പഠിക്കണതാണ്. ഏത്? അൽ മുഫല്ലലാത്തു എന്നുള്ള അൽ ഇത്തിബാഉ, ഇത്തിബാ എന്നുള്ള ഒരു പാഠത്തിൽ നമ്മളത് പഠിക്കുന്നുണ്ട്, അല്ലെ? സിറാത്തുൽ മുസ്തഖീം ഒരു പാഠത്തിൽ നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്ത്? നമ്മള് ഖുർആനിന്റെ വിശദീകരണമാണ്, കണ്ടോ, നബിചര്യ. അപ്പോ നമുക്ക് എന്താണ് നബിചര്യ? എവിടെ? അഞ്ചാമത്തത് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി അടുത്തത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ. ഇവിടെ നല്ല രണ്ടെണ്ണം ഉണ്ട്. സ്വഹാബാക്കൾ ഒന്നും സൃഷ്ടിയല്ല. ഒന്നാമത്തെ പാഠം തന്നെ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള പാഠാണ്. അപ്പൊ നോക്കാം, അള്ളാഹുവിന്റെ ഒന്നും സർവ്വലോക സൃഷ്ടാവാണ്, അവന്റെ ഒന്നും സൃഷ്ടിയല്ല. അള്ളാഹുവിനെ ആരും സൃഷ്ടിച്ചതാണോ? അല്ല, ഒരിക്കലും അല്ല. അപ്പൊ എന്താ? അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് ഒന്നും സൃഷ്ടിയല്ല, അള്ളാഹു ആദ്യമേ ഉള്ളവനാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിച്ചവരാണ് സ്വഹാബികൾ. നമുക്കറിയാം സ്വഹാബാക്കൾ, അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജ് നോക്കിയേക്കാം, പൂർത്തിയാക്കാം. അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ നോക്കൂ, അതേതാണ്? അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ. നമ്മളിവിടെ കുറച്ച് ആൾക്കാരെ പഠിക്കുന്നുണ്ട്. നബിമാരെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സിദ്ദീഖുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സ്വാലിഹുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. 3 ആൾക്കാരെയാണ് നമുക്ക് ഈ ഒരു സെന്റൻസിൽ പഠിക്കാനുള്ളത്. ഒന്ന് നബിമാർ. അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. ഒന്ന്, അത് നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി സിദ്ദീഖുകൾ എന്ന് പറഞ്ഞ ആരാ? പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിന്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ദീഖുകൾ. ഇനി സ്വാലിഹുകൾ എന്ന് പറഞ്ഞാലോ, സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. ഇവിടെ ഒരാൾ കൂടി ഉണ്ട്, ശുഹദാക്കളും പഠിക്കാണ്ട്. പിന്നെ കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. അപ്പൊ ഈ 4 വിഭാഗം ആളുകൾ, 4 വിഭാഗം ആളുകളെ നമ്മൾക്ക് നിർബന്ധമായിട്ടും പഠിക്കണം. ഇതിൽ നിന്ന് 4 ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോളെ ഇൻഷാ അല്ലാഹ്. അപ്പൊ തന്നെ അടുത്തത്, അപ്പൊ ഇവിടെ ഏതാണ്? നബിമാർ, അല്ലെ? നബിമാർ. ഇനി അടുത്തതോ, മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഖുർആനിലെയും ഹദീസുകളുടെയും നിയമങ്ങൾ എന്ത് ചെയ്തു? മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഖുർആനിലെയും ഹദീസുകളുടെയും നിയമങ്ങൾ എന്താ ചെയ്തത്? ഇത്തിബാ എന്നുള്ള പാഠത്തിലുണ്ടല്ലോ. എന്താ ചെയ്തത്? പറയ മക്കളെ. യെസ്, ക്രോഡീകരിച്ചു, അല്ലെ? മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഖുർആനിലെയും ഹദീസിലെയും എന്ത് ചെയ്തു? ക്രോഡീകരിച്ചു. നമുക്കത് എവിടെ വരുന്നത്? നമുക്കിവിടെ ഇങ്ങനെ പോയിട്ട് നോക്കിയിട്ട് ഇങ്ങനെ കാണാം. നമുക്ക് സ്വഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബികൾ ദീൻ പഠിച്ചു, അവരിൽ നിന്ന് താബികൾ പഠിച്ചു. അങ്ങനെ മുഅ്മിനീങ്ങളായ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഖുർആനിലെയും ഹദീസുകളെയും നിയമങ്ങൾ ക്രോഡീകരിച്ചു. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഖുർആനിലെയും ഹദീസുകളിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചു. ഖുർആനിലെയും ഹദീസുകളിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചു. അപ്പൊ അങ്ങനെ തന്നെ എഴുതണം. അപ്പോ ഹദീസുകൾ നിയമങ്ങൾ ക്രോഡീകരിച്ചു. അത് ഇവിടെ തന്നെ ഉണ്ട്, അല്ലേ? ഓക്കെ. ആദരിക്കപ്പെടേണ്ടവയിൽ ഏറ്റവും പ്രധാനമായത്,
ഏതാ? നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് മനസ്സിലേക്ക് വരും, ഉറപ്പാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായത് ഏതാണെന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. ആദരിക്കപ്പെടേണ്ടവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഏത്? വിശുദ്ധ ഖുർആൻ. ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആദരിക്കപ്പെടേണ്ടവയിൽ ഏറ്റവും പ്രധാനമായതാണ് വിശുദ്ധ ഖുർആൻ. പിന്നെ വിശുദ്ധ ഖുർആൻ ഉളു ഇല്ലാതെ തൊഴിൽ ഹറാമാണ്. ഉയർന്ന സ്ഥലത്ത് വെക്കണം. അതിനെ ബഹുമാനിക്കുന്ന രൂപങ്ങളാട്ടോ. ഉയർന്ന സ്ഥലത്ത് വെക്കുക, അതിന് മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക, പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക തുടങ്ങിയ ഖുർആനിനെ വന്ദിക്കുന്ന രൂപങ്ങളാണ്. വന്ദിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനിക്കുക കേട്ടോ. ബഹുമാനിക്കുന്ന രൂപങ്ങളാണെന്ന് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ്. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ്. നമുക്ക് തന്നെ അറിയാം അല്ലേ, ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ അത് നമുക്ക് ഏതാണ്? അൽ മുഫല്ലലാത്ത് എന്നുള്ള പാഠം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മുഫല്ലലാത്ത് എന്നുള്ള പാഠം എടുത്ത് നോക്കിയാൽ മതി. മുഫല്ലലാത്ത് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതിന് എന്ത് ചെയ്യണം? കണ്ടോ? 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദർ. കണ്ടില്ലേ? അതാണ്. പിന്നെ ഈ മുഫല്ലലാത്തിൽ ഒരുപാട് ദിവസങ്ങളും ഒരുപാട് കാര്യങ്ങളും പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് നോക്കണേ ഇൻഷാ അല്ലാഹ്. ഇൽമിന്റെ മജ്ലിസും സ്വർഗ ആരാമങ്ങളിൽ പെട്ടതാണ് എന്നല്ലേ നമ്മൾ വിളിച്ചിരുന്നത്, ഇൽമിന്റെ മജ്ലിസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ദാ ഇവിടെ ഇതിന്റെ അടിയിക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. ഇൽമിൻ അപ്രകാരം ഇൽമിന്റെ മജ്ലിസും സ്വർഗ തോപ്പിൽപ്പെട്ടതാണ്. ആരാമം എന്ന് പറഞ്ഞാൽ തോപ്പന്നെ കേട്ടോ. പക്ഷെ ഇതിൽ കിതാബിലുള്ളത് എന്താ? തോപ്പിൽപ്പെട്ടതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. തോപ്പിൽപ്പെട്ടതാണ് കേട്ടോ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈറിന്റെ വഴികൾ 2 വീതം എഴുതുക. ഇഷ്ടംപോലെ ഹൈറിന്റെ വഴികളാണ്. ഹൈറിന്റെ വഴികളെ കൊണ്ട് തട്ടി തടയാൻ പാകല്ല. അങ്ങനെയാണ് ഹൈറിന്റെ വഴികളുള്ളത്. നമുക്ക് ഏതൊക്കെയാണ് നോക്കിയേക്കാം. തുറുക്കുൽ ഹൈർ എന്നുള്ള പാഠം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഹൈറിന്റെ വഴികൾ നിരവധിയാണ്. ഇവിടുന്ന് തൊട്ടിട്ട് അങ്ങോട്ട് പറയുന്നുണ്ട്. പ്രസന്നമായ മുഖത്തോടുകൂടെ തന്റെ സഹോദരനെ കാണുക, രണ്ടാളുകൾക്കിടയിൽ നീതി ചെയ്യുക, ഒരാളെ വാഹനത്തിൽ കയറാൻ സഹായിക്കുക, അവന്റെ ലഗേജ് കയറ്റി കൊടുക്കുക, ഇങ്ങനെ ഇഷ്ടം പോലെ തിന്മ തടയുക. എത്രങ്ങാനും വെച്ചിട്ടാ? കുടുംബ ബന്ധം ചേർക്കുക, ഉസ്താദുമാർ, മുതിർന്നവർ, ഉലമാക്കൾ മുതലായവരെ ആദരിക്കുക. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ഹൈറിന്റെ വഴികൾ ഏതെങ്കിലും ഒരു 2-3 പഠിച്ചു വെക്കുക. അപ്പോൾ സിമ്പിളായല്ലോ. ശരീരം ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമുക്ക് ആ പാഠത്തിനെ കുറിച്ചിട്ട് ശരീരം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട് അല്ലേ? എല്ലാവരും അസ്വബർ എന്നുള്ള പാഠം എടുത്ത് നോക്കി. ശരീരം ഇഷ്ടപ്പെടാത്തവയാണെന്ന് കണ്ടോ? അള്ളാഹുവിന് വഴിപ്പെടുക 1, തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുക 2 മുതലായവ ശരീരത്തിന് ഇഷ്ടമില്ല, ശരീരം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത പേജ് നോക്കിയേക്കാം. കുടുംബബന്ധം പുലർത്തുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കി. അടിയിക്ക് അങ്ങനെ ഉസ്റത്തുൻ റാലി അങ്ങനെ എടുത്താൽ മതി. ഉസ്റത്തുൻ റാലിയിൽ ഉണ്ടാകും കുടുംബബന്ധം പുലർത്തുന്ന കാര്യങ്ങൾ അല്ലേ? തുറക്കുൽ ഹൈർ കഴിഞ്ഞു. സിലത്തുർ റഹം, കുടുംബ ബന്ധം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കുടുംബ ബന്ധം പുലർത്തുന്ന കാര്യങ്ങൾ. എന്താ? ഇഷ്ടം പോലെ കാര്യങ്ങൾ. കുടുംബബന്ധം ചേർക്കുന്നവന് ലോകത്ത് നിരവധി ഗുണങ്ങൾ ലഭിക്കും. ആഹാരത്തിൽ സമൃദ്ധി ലഭിക്കുമെന്നും അതേപോലെ തന്നെ ആയുസ് ദീർഘിക്കും. ഇപ്പോൾ നമുക്കിവിടെ വേറൊരു കാര്യം പറയാനുണ്ട്. കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ കിട്ടുന്ന 2 ബെനിഫിറ്റുകൾ. 1, ആഹാരത്തിൽ സമൃദ്ധി ലഭിക്കും, ആയുസ് ദീർഘിക്കും. 2,
ഒന്നിത് രണ്ടിത് ആയുസ് ദീർഘിക്കും ഒന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവൻ കുടുംബ ബന്ധം പുലർത്തട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കുടുംബ ബന്ധം പുലർത്തട്ടെ. ഇനി അടുത്തത് എന്താണ്? കുടുംബബന്ധം പുലർത്തുന്ന കാര്യങ്ങൾ അല്ലേ? കുടുംബബന്ധം പുലർത്തുന്ന 2 കാര്യങ്ങളാണ് നമുക്ക് ഇനി ഇവിടെ എഴുതാനുള്ളത്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. കുടുംബ നല്ല സ്വതക്ക 2 പ്രതിഫലമുണ്ട്. ഇവിടെയല്ല. ബന്ധുക്കളെ സന്ദർശിക്കുക, സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതൊക്കെ കുടുംബ ബന്ധം എന്താണ് പുലർത്തുന്ന നല്ല കാര്യങ്ങളാണ്. ഇവിടെ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും 2 മാത്രം എടുത്ത് എഴുതിയാൽ മതി എന്നാണ്. മനസ്സിലായോ? അയൽപക്ക ബന്ധത്തിലെ ചില കാര്യങ്ങൾ അത് ഏതൊക്കെയാണ്? അത് നമുക്ക് എന്ത് ചെയ്യാം? അൽ ജീറാൻ എന്നുള്ള പാഠത്തിൽ പഠിക്കാം. അയൽപക്ക ബന്ധത്തിലെ അപ്പോ അൽ ജീറാൻ. അപ്പൊ നമുക്കിവിടെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാല് അയൽപക്ക ബന്ധത്തിലെ ചില കാര്യങ്ങൾ. അപ്പൊ അയൽപക്കത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണ്? നോക്കി, അയൽപക്ക ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ സന്ദർശിക്കുക. അയൽപക്കം വളരെ മഹത്വമുള്ള. അവരെ സന്ദർശിക്കുക, വിവരങ്ങൾ അന്വേഷിക്കണം, ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കെടുക്കണം, അവരെ സഹായിക്കണം, അവർക്ക് ഒരു വിഷമങ്ങളും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. നാം വല്ലതും വിൽക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടെന്ന് ആദ്യം ചോദിക്കും. ഇവയെല്ലാം അയൽപക്ക ബന്ധത്തിൽ ചിലതാണ്. കണ്ടോ? അയൽപക്ക ബന്ധം ചേർക്കാൻ ഏറ്റവും ആവശ്യമായ കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതെങ്കിലും 2-3 പഠിച്ചോ? 2 പഠിക്കണ്ട, ഒരു 3 പഠിച്ചോ ഫോർ സേഫ്റ്റിക്ക്. ഇനി അഥവാ 3 എഴുതാന്ന് പറഞ്ഞാൽ വന്നെച്ചെങ്കിലോ? അതുകൊണ്ടേ പറയാൻ പറ്റൂല. 3 എന്നുള്ളതൊക്കെ ജസ്റ്റ് 3 പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ഉത്തരം എഴുതാം. 2 പ്രതിഫലമുള്ള സ്വതക്ക ഏതാകുന്നു? 2 പ്രതിഫലമുള്ള സ്വതക്ക അത് നമ്മുടെ കുടുംബക്കാരുടെ പാഠത്തിൽ വെച്ചിട്ടാണ്. കുടുംബക്കാരുടെ 2 പ്രതിഫലമുള്ള സ്വതക്ക ഏതാ? യെസ്, കുടുംബക്കാർക്ക് നൽകുന്ന സ്വതക്കയാണ്. കണ്ടോ? ഒന്ന് കുടുംബബന്ധം ചേർത്ത കൂലി കിട്ടും, പിന്നെ അതേപോലത്തെ ഒന്ന് സ്വതക്ക ചെയ്ത കൂലി കിട്ടും. നല്ല നമ്മുടെ അടുത്ത കുടുംബക്കാരാണെങ്കിൽ അവർക്ക് സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂലി അതല്ലേ? ഒന്ന് എന്താണ്? സ്വതക്ക കൊടുത്ത കൂലി കിട്ടും. 2 കുടുംബ ബന്ധം പുലർത്തിയ ഒരു കൂലി കിട്ടും അല്ലേ? അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? ക്ഷമ, അസ്വബർ എന്നുള്ള പാഠം എടുത്ത് നോക്കിയേക്കാം. അസ്വബർ, ആ ഭാഗത്ത് നമുക്ക് അത് എവിടെ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? ക്ഷമ അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ്. അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ് ഏത്? ക്ഷമ എന്നുള്ളത് അല്ലെ? മസ്ജിദുൽ അക്സയിൽ വെച്ചുള്ള നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എന്ത്? നമുക്ക് ആ പാഠത്തിൽ കുറച്ച് പഠിക്കാണ്ട്. ഇതാ നോക്കി, നമുക്ക് അൽ മുഫല്ലലാത്ത് എന്നുള്ള പാഠം എടുത്ത് നോക്കാം. ഓക്കെ, 3 തരത്തിലുള്ള പള്ളികളാണ് ഇവിടെ പറയുന്നത് അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട 3 പള്ളികൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട 3 പള്ളികള് മസ്ജിദ് നബവി, മസ്ജിദുൽ അക്സ, മസ്ജിദുൽ ഹറം. ഇവിടെ മസ്ജിദുൽ ഹറം. ഓർഡർ പ്രകാരം പറയണമെങ്കിൽ മസ്ജിദുൽ ഹറം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അക്സ. ഓക്കെ, അപ്പോ 2 പ്രതിഫലമുള്ള സ്വതക്ക ഏതാ നമ്മൾ പറഞ്ഞു? ക്ഷമ ആരുടെ സ്വഭാവത്തിൽ പറഞ്ഞു? പിന്നെ മസ്ജിദുൽ അക്സയിൽ വെച്ചുള്ള നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്നുള്ളത് നമ്മൾ ചോദിച്ചത്. പക്ഷെ ഈ 3 പേരുകളും പഠിക്കണം. പഠിച്ചതിന് ശേഷം ശ്രേഷ്ഠത കണ്ടെത്തുകയാണ്. എങ്ങനെയാണ് കണ്ടെത്തുക? ഇതാ നോക്കി, മസ്ജിദുൽ ഹറമിലെ മസ്ജിദുൽ ഹറാമും തൊട്ടടുത്ത മസ്ജിദ് നബിയും ശേഷം മസ്ജിദുൽ അക്സയുമാണ്. മസ്ജിദുൽ ഹറമിലെ നിസ്കാരത്തിന് സാധാരണ പള്ളികളിലെ 10,000 കോടി നിസ്കാരങ്ങളുടെയും
മസ്ജിദ് നബവിയിൽ ഒരു നിസ്കാരത്തിന് 10 ലക്ഷം നിസ്കാരങ്ങളുടെയും മസ്ജിദുൽ അക്സയിലെ നിസ്കാരത്തിന് 1000 നിസ്കാരങ്ങളുടെ പ്രതിഫലമുണ്ട്. ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. മസ്ജിദുൽ അക്സയിലെ നിസ്കാരത്തിന് 1000 നിസ്കാരങ്ങളുടെ പ്രതിഫലമുണ്ടെന്ന് തഹ്ഫയിൽ ഉണ്ട്. അപ്പോൾ മസ്ജിദുൽ അക്സയിലെ നിസ്കാരത്തിന് 1000 നിസ്കാരങ്ങളുടെ പ്രതിഫലമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി മസ്ജിദ് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എന്ത്? 1000 പ്രതിഫലമുണ്ട്. അറഫ ദിന നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? അറഫ ദിന നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അൽ-ഇത്തിബാ അറഫ ദിവസത്തിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നില്ലേ? ഓരോ അൽ മുഫല്ലലാത്തു എന്നുള്ള പാഠം എടുത്തു നോക്കി. അൽ മുഫല്ലലാത്തു അറഫ ദിവസത്തിന്റെ പ്രത്യേകത ഇവിടെ എവിടെയോ പറയുന്നുണ്ട്. അറഫ ദിന നോമ്പ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ 2 കൊല്ലത്തെ ദോഷങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പൊരുത്തപ്പെടിപ്പിക്കും, അല്ലെ? പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം, അറഫ ദിന നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അറഫ ദിന നോമ്പ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ 2 കൊല്ലത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കുമെന്ന് ഖാല നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. ഭക്ഷണം കഴിച്ചാൽ നബി ചര്യയിൽപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം? അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ? അത് തഅലീം എന്നുള്ള പാഠത്തിലുണ്ട്. എന്താണ്? ഭക്ഷണം, വെള്ളം, സമ്പത്ത് തുടങ്ങിയ ഇവിടെ കണ്ടോ? ഭക്ഷണം, വെള്ളം, സമ്പത്ത് തുടങ്ങിയവ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യൽ അവയെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. ഭക്ഷണം കഴിച്ചാൽ വിരലുകൾ ഊമ്പലും പാത്രം തുടച്ച് കഴിക്കലും താഴെ വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് നീക്കി കഴിക്കലും നബി ചര്യയിൽപ്പെട്ടതാണ്. കണ്ടോ? അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കണം. എന്ത്? ഭക്ഷണം കഴിച്ചാൽ നബി ചര്യയിൽപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം? വിരലുകൾ ഊമ്പുക, അതേപോലെ തന്നെ എന്താണ്? പാത്രം തുടച്ച് കഴിക്കല്, താഴെ വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് നീക്കി കഴിക്കലും നബി ചര്യയിൽപ്പെട്ടതാണ്. അപ്പൊ ഒരു ഭക്ഷണത്തിൽ വീണ് കഴിഞ്ഞാൽ ഈ കാര്യം ശ്രദ്ധിക്കണേ. ഇനി അടുത്തതോ, വ്യക്തമാക്കാം. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് എന്താ സബ്ർ എന്നുള്ള പാഠം നോക്കിയേക്കാം. ശരീരത്തിന് ഇഷ്ടമില്ലാത്തത് അതിൻ്റെ മേൽ ബന്ധനം ചെയ്യലാണ്, അല്ലേ? ഓർമ്മല്ലേ? ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിന്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ക്ഷമ. ഇത് ശരിക്കും പഠിക്കണം. ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിന്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ക്ഷമ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കാര്യം അതിൻ്റെ മേല് എന്ത് ചെയ്യുക? അത് ബന്ധനം ചെയ്യുക. അതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 4 മദ്ഹബുകൾ ഏതൊക്കെയാണെന്നുള്ളത് സിമ്പിൾ അല്ലേ? ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, അല്ലെ? വിശ്വാസപരമായി 2 ത്വരീഖത്തുകളാണ് ഉള്ളത്. ഏതാ? അശ്അരി, മാതുരീദി. അതും സിമ്പിൾ അല്ലേ? അശ്അരി, മാതുരീദി, അല്ലേ? മാതുരീദി. ഇനി അടുത്തത് സ്വാലിഹുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വാലിഹുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നമ്മൾ ഓൾറെഡി അത് ചർച്ച ചെയ്തു. എവിടെ? ശുഹദാക്കള്, സ്വാലിഹുകള്, അതേപോലെ തന്നെ ഈ ഒരു ചോദ്യം ഏതാണ്? സ്വാലിഹീങ്ങൾ ആരാണ്? നമ്മൾ 2ാമത്തെ പാഠം അങ്ങനെ എടുത്തു നോക്കിയാൽ അതിലിങ്ങനെ ഉണ്ടാകും. സിറാത്തുൽ മുസ്തഖീം. സ്വാലിഹുകൾ ഏതാ? കളങ്കമില്ലാതെ ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. കണ്ടോ? ഈ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 4 കാര്യം നമുക്ക് അവിടെ പഠിക്കാനുണ്ട് എന്നുള്ളത്. ഏതൊക്കെയാണ്? നബിമാര്, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ. ഈ 4 കാര്യമാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അതിലിപ്പോ സ്വാലിഹുകൾ നമ്മൾ എന്താന്നുള്ളത് ചർച്ച ചെയ്തു. ഈ വരും പാഠങ്ങളിലൊക്കെ ബാക്കി വരാൻ സാധ്യത ഇല്ല. ഓക്കെ,
പൂരിപ്പിക്കാം. തറക്തു ഫീക്കും ഡാഷ് ലൻ തളില്ലു കിതാബല്ലാഹി വ സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് അൽ ഇത്തിബാഉ എന്നുള്ള പാഠം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി. എന്നിട്ട് അതിൽ കണ്ടോ, തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബുല്ലാഹി വ സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിൻ്റെ അർത്ഥം? രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ബാക്കി വെച്ചാണ് ഞാൻ പോകുന്നത്. അവ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴി പിഴക്കില്ല എന്ന് വഴി പിഴക്കില്ല. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബും മറ്റൊന്ന് നബിചര്യയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തുടങ്ങി വെക്കാം അല്ലേ? ഓക്കെ, അതാ ഇത് സിമ്പിളാണല്ലോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൂരിപ്പിച്ചില്ലേ, ഏകദേശം അതേപോലെ തന്നെയാണല്ലോ. ആഫത്ത് സംഭവിച്ചാൽ വേവലാതിപ്പെടാനാണ് ആരിഷ്ടപ്പെടുന്നത്? ശരീരം ഇച്ഛിക്കുക. ഇച്ഛിക്കുക പറഞ്ഞാൽ എന്താ? ആഗ്രഹിക്കുക. അപ്പൊ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ശരീരം ഇച്ഛിക്കുക. ആപത്ത് സംഭവിച്ചാൽ വേവലാതിപ്പെടലാണ്. നോക്കണം കേട്ടോ, ആഫത്ത് സംഭവിച്ചാൽ വേവലാതിപ്പെടലാണ്. നമുക്കിവിടെ എന്തൊക്കെ ഉണ്ട്? ശരീരം ഇച്ഛിക്കുന്നുണ്ട്, ശരീരം ഇഷ്ടപ്പെടാത്തതാണ് എന്നുള്ളതുണ്ട്, ആശുറാ നോമ്പുണ്ട്, റൗള ഷരീഫുണ്ട്, സ്വഹാബാക്കൾ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു, കൽബുകളുടെ തക്വയിൽപ്പെട്ടതാണ് അല്ലേ? നമുക്ക് ഇനി ഇത് കിട്ടണതൊക്കെ ആദ്യം അങ്ങനെ എഴുതി വെക്കിയാലോ? ഏകദേശം നിങ്ങൾ പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല ഉഷാറായിട്ട് എന്തുണ്ടാവും, ബാക്കിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കിത് നോക്കിയേക്കാം. നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് പോരാ, ഒരു രസമായിട്ട് വെറൈറ്റി ആയിട്ട് കേട്ടോ. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അദ്ദേഹം ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു. ഒന്നാമത്തെ പാടെടുത്ത് നോക്കി, ഇതുണ്ടോ? 3 കാര്യങ്ങൾ ഒരാളുണ്ടായാൽ അദ്ദേഹം ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു അല്ലേ? അപ്പോ ഈമാന്റെ മാധുര്യം അനുഭവിച്ചു. 7 അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിച്ചവരാണ്. ആരാന്ന് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ആരാ? സഹാബാക്കൾ അല്ലേ? 6 അല്ലേ? അള്ളാഹുവിന്റെ ദീനിന്റെ ഷായറുകളെ ആദരിക്കൽ. നേരത്തെ പറഞ്ഞ അറബിന്റെ അതേ മലയാളം. കൽബുകളുടെ തക്വയിൽപ്പെട്ടതാണ് അല്ലേ? കൽബുകളുടെ തക്വയിൽപ്പെട്ടതാണ്. 5. ഒരു കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കപ്പെടും. ഇതിലിപ്പോ നമുക്ക് ഏതെങ്കിലും നോമ്പുണ്ടോ നോക്കിയേക്കാണി. ഒരു കൊല്ലത്തെ ദോഷത്തെ പൊറുപ്പിക്കപ്പെടും. ആശുറ നോമ്പുണ്ട്, റൗള ഷരീഫും ഉണ്ട് അല്ലേ? അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? നോമ്പല്ലേ? നോമ്പ് ഇപ്പൊ എങ്ങനെ വരിക? ആശുറ നോമ്പ്. ഓക്കെ, അപ്പോ ഏതാണ് ആശുറ നോമ്പ്? ഏതാ? 4 അല്ലേ? ഓക്കെ, വേറെ എവിടെയായിട്ടാണ് ഇട്ടുള്ളത്? ഓക്കെ, ഇനി അടുത്തത് സ്വർഗീയ ആരാമങ്ങളിൽ പെട്ടതാണ്. അത് സ്വർഗീയ പ്ലേസുകളിൽ പെട്ട ഒരു സ്ഥലമാണ്. ഏത്? 3 ക്വസ്റ്റ്യൻ ഏതാ? സ്വർഗീയ ആരാമങ്ങളിൽ പെട്ടതാണ് റൗള ഷരീഫ്. കണ്ടോ? റൗള ഷരീഫ് 3. ഓക്കെ, 3. ഇനി അടുത്ത് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കൽ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കൽ എന്നുള്ളത് ശരീരം ഇഷ്ടപ്പെടാത്തതാണ്. അതായത് ഒരാൾ തെറ്റ് ചെയ്യേണ്ട, അതിന് ഇങ്ങനെ മാറുക എന്നുള്ളത് ഒരിക്കലും ഒരു ശരീരം ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് ചോദിക്കാം. ഇനിയോ, ആഫത്ത് സംഭവിച്ചാൽ വേവലാതിപ്പെടലാണ് ശരീരം ഇച്ഛിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നൊലോളിച്ചിട്ട് കൊണ്ട് എൻ്റെ അമ്മേന്നൊക്കെ പറഞ്ഞിട്ട് നൊലോളിച്ചു. പക്ഷെ അതല്ല, ഇവിടെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ആഫത്ത് സംഭവിച്ചാൽ വേവലാതിപ്പെടലാണ്. എങ്ങനെ? ശരീരം ഇച്ഛിക്കുക. ഓക്കെ, അപ്പോ 1 അതും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പേപ്പർ എടുത്ത് നോക്കാം.